ഇങ്ങനെയുള്ള വല്യപ്പന്മാരോടും വല്യമ്മമാരോടുമാണ് നിങ്ങൾ നിങ്ങളെ പേരക്കുട്ടികളെ രോഗികളാക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യരുത്. ക്ലിനിക്കിൽ വന്ന ഒരു 5 വയസ്സുള്ള ഒരു മോൻ്റെ അടുത്ത് വയറുവേദനയ്ക്ക് കാണിക്കാൻ വന്നതാണ്. മരുന്നൊക്കെ കൊടുത്ത ശേഷം അവൻ്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനി പുറത്തുനിന്നുള്ള മിഠായികൾ കുറച്ചു നേരം ശ്രദ്ധിക്കണം, അധികം കൊടുക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, ഞങ്ങളങ്ങനെ കൂടുതൽ കൊടുക്കാറൊന്നുമില്ല. പക്ഷേ അവൻ്റെ വല്യുപ്പ എപ്പോൾ പുറത്തു പോയാലും കുറേ അധികം മിഠായിട്ട് വരും അവന് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങളത് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവർ പറയുന്നത് കുട്ടികളല്ലേ, മിഠായിയൊക്കെ കഴിച്ചിട്ട് വളരട്ടെ എന്നുള്ള രീതിയിലാണ്. ഈ കുട്ടികളൊരു സന്തോഷം കാണാനാണ് ഈ പറയുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിലൊരു അപകടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കുട്ടികളെ ഉമ്മമാർ എത്രത്തോളം കഷ്ടപ്പെടുന്നത് നമുക്കറിയാം. അവരെടുത്ത് നടന്നിട്ടും അവർക്ക് ഫോൺ കാണിച്ചു കൊടുത്തിട്ടൊക്കെ. പക്ഷേ അതേ ആൾക്കാർക്ക് ഒരു 5 ദിവസം തുടർച്ചയായിട്ട് മിഠായി കൊടുത്താൽ 6ാമത്തെ ദിവസം അവർ തന്നെ ചോദിക്കും, നിങ്ങൾ പോയി വരുമ്പോൾ ഈ മിഠായി കൊണ്ടുവരുമെന്ന്. ഇത്രയും അഡിക്ഷൻ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ ഈ മിഠായിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓരോ പാക്കറ്റ് മിഠായികളും ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. അത്തരം ടോക്സിൻസും വിഷങ്ങളും പല മിഠായികളിലും അടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളിപ്പോഴത്തെ വല്യപ്പന്മാരൊക്കെ വലുതായി വരുമ്പോൾ അവരിത്തരം മിഠായികളൊക്കെ കഴിച്ചിട്ടാണോ വലുതായത്? അല്ലല്ലോ. ഒരു അച്ചച്ചന്മാരും അമ്മമാരും ആരും അത്തരം മിഠായികൾ കഴിച്ചിട്ടില്ല. അവർ കൂടുതൽ ഹെൽത്തി ആയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് വലുതായി വന്നത്. അതുകൊണ്ട് ഇപ്പം അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ 60, 70, 80 വയസ്സായിട്ടും പുറത്തു പോകാനൊക്കെ പലർക്കും സാധിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ? 20, 25, 30 വയസ്സാകുമ്പോഴേക്കും പലർക്കും PCOD അല്ലെങ്കിൽ PMOS, അതുപോലെ ഒബിസിറ്റി, പൊണ്ണത്തടി, ഡയബറ്റിസ്, അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയായി? ഇതൊന്നും വെറുതെ ആയതാണോ? അല്ല. അപ്പം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഇത്തരം മിഠായികൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് 2 വട്ടം ആലോചിക്കണം. നിങ്ങൾ അതിന് പകരം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തോളൂ. മാത്രമല്ല, കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും അപ്പം തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയാൽ അതവരെ മാനസികമായിട്ട് നമ്മൾ തകർക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യരുത്. അവർ ആരോഗ്യപരമായിട്ട് വളരട്ടെ.